വസുദേവൻ കംസനോട് തുടർന്ന് പറയുകയാണ്, ഒരു ജന്മം കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായി പുല്ലിനെയും അട്ടയെയും മറ്റും പോലെ ജീവൻ മറ്റൊരു ദേഹം ലഭിക്കുന്നു. അടുത്ത ദേഹം സ്വീകരിക്കുന്നതിനും ഇടയ്ക്ക് കാലത്തിന്റെ വിടവില്ല. ഒന്നും മറ്റൊന്നിന്റെ തുടർച്ചയാണ്. അടുത്ത ജന്മത്തിൽ പൂർവ്വജന്മത്തിന്റെ സ്മൃതി ഉണ്ടാവുകയുമില്ല. മായയാണ് അതിന് കാരണം. ഉറങ്ങിയുണരുന്നവർക്ക് ഉറക്കത്തിൽ കണ്ടത് ഓർക്കാൻ കഴിയുകയില്ല. ഉറക്കവും മരണവും തമ്മിൽ ഭേദമില്ല. കർമ്മവാസനയ്ക്ക് അനുസരണമായിട്ടാണ് അനന്തരജന്മം ഉണ്ടാവുക. ഭയവും ക്രോധവും മൂലം അന്ധനായി തീർന്ന കംസൻ സഹോദരിയെ വീണ്ടും വധിക്കാനായിട്ട് തുനിയുന്നു. അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായി വസുദേവൻ വീണ്ടും ഇങ്ങനെ തുടർന്നു. നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഉള്ളത്. അത് മായയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സിലെ ഓരോ രീതിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ മനസ്സിന്റെ സ്ഥിതിക്ക് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. മനസ്സ് വികാരാത്മാവാണ്. മരണസമയത്ത് മനസ്സ് ഏത് രീതിയിലുള്ള കർമ്മത്തിന് അധീനമായിരിക്കുന്നുവോ ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ ഉതകുന്ന ശരീരത്തെ മനസ്സ് സൃഷ്ടിക്കുന്നു. ഉടനെ ദേഹി ആ മനസ്സാകുന്ന സൂക്ഷ്മോപാധിയോട് ചേർന്ന് ആ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പിന്നീട് പൂർവ്വ ശരീര സ്മൃതി തീരെ ഇല്ലാതാകുന്നു. മരണസമയത്ത് ഫലം അനുഭവിക്കത്തക്ക വിധത്തിൽ പരിപാകം വന്ന കർമ്മങ്ങൾക്കനുസരണമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ഉതകുന്ന ശരീരത്തോടു കൂടി വീണ്ടും ജനിക്കുന്നു. ആത്മാവിന് നാശമില്ല. കർമ്മങ്ങൾ അനുസരിച്ച് ശരീരങ്ങൾ വ്യത്യസ്തങ്ങളാകുന്നു എന്നേ ഉള്ളൂ. അവയിലൊക്കെയും ഒരേ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ സോദരിയെ വധരൂപത്തിലുള്ള ഈ പാപകർമ്മം ചെയ്താൽ അങ്ങ് അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കണം. ഇത്രയും തത്വങ്ങളായി പറഞ്ഞതിന് ശേഷം വസുദേവൻ തൽക്കാല സാഹചര്യത്തിലേക്ക് തിരിയുകയും കംസനിലെ അനുകമ്പാദികളായ മൃദുലഭാവങ്ങൾ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത്യധികം സ്നേഹിക്കുന്ന ഈ സഹോദരിയുടെ നേർക്ക് കാരുണ്യം കാണിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ വസുദേവർ. കംസൻ തലമുടിയിൽ നിന്നും പിടിവിട്ട് കയ്യിലെ വാൾ താഴെ വെച്ച് സഹോദരിയുടെ നേർക്ക് കനിവ് കാട്ടണമെന്ന വാക്കുകളുടെ സാരം, ഈ വസുദേവർ പറഞ്ഞ വാക്കുകളുടെ സാരം അതായിരുന്നു. കല്യാണ ഉത്സവം കഴിഞ്ഞ് ദേവകി വീട്ടിൽ പ്രവേശിച്ച് നല്ല നിലയിൽ ജീവിച്ചു കൊള്ളട്ടെ എന്ന വിചാരിക്കണം എന്ന് കംസനോട് അപേക്ഷിക്കുന്നു. ഇത്തരം വാക്കുകൾ കേട്ടിട്ടും കംസനിൽ ഒരു ഭാവഭേദം ഉണ്ടാകുന്നില്ലെന്ന് വസുദേവൻ കണ്ടു. ഇനിയും ദേവകിയെ ഈ മഹാഭാവിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് വഴി എന്ന് വസുദേവൻ ആലോചിച്ചു. ഒരു വഴി തോന്നുകയും ചെയ്തു. എന്താണ് ആ വഴി? ഇപ്പോൾ എങ്ങനെയാണ് പിന്തിരിപ്പിക്കുന്നത്? അത് നമുക്ക് അടുത്തതിൽ പറയാം.